ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ ഡെക്കോവേഷ് ടിഷ്യൂവിനെ കുറിച്ചാണ് കേട്ടോ. അതിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് കാണിക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആർട്ട് എന്ന് പറയുന്നത് ഡെക്കോവേഷ് ആർട്ടാണ്. ബോട്ടിലിൽ ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടം ഡെക്കോവേഷ് ചെയ്യാനാണ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണത്. അപ്പോൾ അത് എങ്ങനെയാണത്, എന്താണ് ഈ ടിഷ്യൂ, ഡെക്കോവേഷ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ടിഷ്യൂ എങ്ങനെ ഇരിക്കുന്നത്, ഇതുകൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്നൊക്കെയുള്ളത് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഈ കാണുന്ന ഈ ബോട്ടിൽസ് എല്ലാം തന്നെ ഞാനിങ്ങനെ ഡെക്കോവേഷ് ടിഷ്യൂസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു വർക്കാണ്, എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഈ ടിഷ്യൂസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ടിഷ്യൂ പേപ്പർ പോലെ തന്നെയാണ്, പക്ഷേ അതിൽ ഇങ്ങനെ പ്രിൻ്റഡ് ആയിരിക്കും, നല്ല ഭംഗിയുള്ള ഡിസൈൻസൊക്കെ ഉണ്ടായിരിക്കും. അതിലൊരു ഷീറ്റിൽ 4 പിക്ചറായിട്ടാണ് വരുന്നത്. കണ്ടില്ലേ, ഇത് ഇങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ സൈസ്. ഓരോ പീസ് ഇത് എടുത്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ബോട്ടിലാണ് ഇത്, കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ വേണമെങ്കിൽ മാത്രമായിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ബോട്ടിലിൻ്റെ 4 സൈഡിലേക്കും ഇതിൻ്റെ ഡിസൈൻസ് പാകത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനോഹരമാക്കി എടുക്കാം നമുക്ക് ബോട്ടിലുകളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പേപ്പർ കട്ടിങ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഈ കോഫി ബോട്ടിൽ ഉണ്ടല്ലേ, ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസ് കാർഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്താൽ. അതെനിക്ക് എൻ്റെ ഏട്ടൻ സ്കൂളിൽ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് അയച്ചു തന്ന ഒരു ചേട്ടൻ അന്ന് അബുദാബിയിലാണ്. അപ്പോൾ അവിടുന്ന് എൻ്റെ ബ്രദർ കേട്ടോ എനിക്ക് അയച്ചൊരു ഗ്രീറ്റിംഗ് കാർഡാണ്. അപ്പോൾ അത് ഞാൻ കുറേ നാളായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വർക്കുകൾ ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അത് എടുത്തിട്ട്, അപ്പോൾ അതിപ്പോഴും ഇങ്ങനെ ഇതിലിരിക്കുമല്ലോ, കേടാവാതെ നമുക്ക് സൂക്ഷിക്കാമല്ലോ. നല്ല ഭംഗിയില്ലേ കാണാൻ, കരടിക്കുട്ടന്മാരും ക്രിസ്മസ് തീമിൽ. എനിക്കത് ഭയങ്കര ഇഷ്ടം. അതുപോലെ ഞാൻ വേറൊരു ബോട്ടിലുണ്ട്, ഏട്ടൻ അയച്ച ഗ്രീറ്റിംഗ് കാർഡ് ഞാൻ വേറൊരു ബോട്ടിലും വെച്ചിട്ടുണ്ട്, അത് വലിയ ബോട്ടിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന, നമ്മുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഫോട്ടോസും എല്ലാം നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് കണ്ടോ, പേപ്പറാണല്ലോ, നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടില്ലേ, ഇതിങ്ങനെ ഇവിടെ തെളിഞ്ഞ് കുറച്ചിങ്ങനെ എഡ്ജൊക്കെ നമുക്ക് കാണും. പക്ഷേ ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ അതില്ല, വളരെ അതിനോട് മേർജ് ചെയ്ത് പോവും, നമുക്ക് ഒട്ടും അതിനെ ഇതുപോലെ കാണില്ല. അപ്പോൾ ഇങ്ങനെ ഏതൊരു പേപ്പർ കട്ടിങ്സ് നമുക്ക് ബോട്ടിലോ അല്ലെങ്കിൽ പോട്ടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വുഡ് ഐറ്റംസ് എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്തെടുക്കുന്ന ഒരു ആർട്ട്, അതിനെയാണ് ഡെക്കോവേഷ് എന്ന് പറയുന്നത്. അത് ഫ്രഞ്ച് ആർട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളും ഇത് ചെയ്ത് തുടങ്ങി. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ 2 ബോട്ടിൽസിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട് ഇതിൽ എഡ്ജ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, പക്ഷേ ഈ ബോട്ടിൽ ഇത് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ പേപ്പർ, അതൊന്നുകൂടെ അതിൻ്റെ ഒരു തിൻ ലെയർ എടുത്തിട്ടാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും ഇതിങ്ങനെ ഈ എഡ്ജ് നമുക്കിവിടെ വിസിബിളാണ്. പക്ഷേ ഇതിൻ്റെ നോക്കൂ, കണ്ടില്ലേ, ഈ ബോട്ടിൽ ഈ ടിഷ്യൂ പേപ്പറിൽ ചെയ്തതാണ്. അപ്പോൾ അത് നോക്കൂ, ഒട്ടും നമുക്കതിൻ്റെ എഡ്ജൊന്നും കാണാൻ സാധിക്കില്ല, എവിടെയില്ല. അത് ഞാനിങ്ങനെ ഈ ഷീറ്റ് ഒന്നിച്ച് സ്റ്റിക്ക് ചെയ്തതല്ല, ഇതിങ്ങനെ സൈഡിൽ
കുറച്ച് വെള്ളം നനച്ചിട്ട് നമ്മൾ ഈ ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം നനച്ച് എടുക്കുക ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിലെവിടെയും ഇതിൻ്റെ എഡ്ജൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് പെയിൻറ്റിങ്ങിൽ അത് മറയ്ക്കാൻ സാധിക്കും. അങ്ങനെ വരില്ല. അത്രയും തിന്നായിട്ട് വരുന്നൊരു ടിഷ്യൂ ആണ്. ഞാനത് കാണിച്ചു തരാം. ടിഷ്യൂ 3 പ്ലൈ ആണ്. അതായത് നമ്മുടെ സാധാ ടിഷ്യൂവിൻ്റെ പോലെ തന്നെ വരുന്ന ടിഷ്യൂ അതൊരു 3 ലെയറായിട്ടാണ് വരുന്നത്. അപ്പം അത്രയും തിന്നായിട്ടുള്ളതാണ് നമ്മളിതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. നോക്കിയേ, ഇതിൽ ഒറ്റൊന്നിലും നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഡിഫറൻസ് കാണാൻ പറ്റില്ല. ആ ഒരു എഡ്ജൊന്നും ഒന്നിലും കാണില്ല. അത്രയും ആ തിന്നിൻ്റെ ഇപ്പോൾ ഇത് ഡിസൈൻ എവിടെ അവസാനിക്കുന്നു അവിടെ ആ കളർ വ്യത്യാസം വരുമെന്നല്ലാതെ ഒരു നമുക്ക് ടിഷ്യൂ ആണെന്ന് തോന്നുന്നില്ല. ഇത് ശരിക്കും പെയിൻറ്റ് ചെയ്ത ഒരു വർക്കുമായിട്ടാണ് നമുക്ക് തോന്നുള്ളൂ. അത്രയും നമ്മുടെ ഈ ബോട്ടിലിൻ്റെ സർഫസിനോട് ഈ ടിഷ്യൂ അത്രയും മേർജായി നിൽക്കും. ഇതാണ് ഇതിൻ്റെ ഈ ടിഷ്യൂസിൻ്റെ പ്രത്യേകത. കണ്ടോ, 4 ഡിസൈനായിട്ടാണ് വരുന്നത്. ഇതിൽ 3 പ്ലൈ ആണത്. അതായത് ഇത് ഇങ്ങനെ വളരെ തിന്നായിട്ടുള്ള 3 ലെയേഴ്സ് ആയിരിക്കും ഇതിന്. ഇതൊരു ലെയർ ഇങ്ങനെ അടർത്തി എടുക്കുകയാണ് ചെയ്യുക. ഇതിലിവിടെ ഒരു ലെയറും കൂടി ഉണ്ട് കേട്ടോ. അതിങ്ങനെ എടുക്കുക. ഇത് ശരിക്കും എടുക്കുക. ഒന്ന് വെള്ളം തൊട്ടിട്ടാണ്, ഒത്തിരി വെള്ളം കയ്യിലാക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇതിങ്ങനെ ഇവിടെ നമ്മുടെ കയ്യിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോരും. എങ്ങനെയാണ് ഇതെടുക്കുക, എന്നിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്യുക. ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഒന്നിച്ചല്ല നമ്മൾ എടുക്കേണ്ടത്. ശരിക്കും ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതിന് വേറെടുത്തിയെടുക്കണം. കണ്ടോ, അതിങ്ങനെ നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മളിതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് എടുത്തപ്പോൾ നോക്കുക, അത്രയും തിന്നാണ്. നമ്മൾ സാധാരണ കാണുന്ന ഒരു ടിഷ്യൂ പേപ്പർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കട്ടിയിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത് ഇതുപോലെ 3 ലെയറായിട്ട് വരും. അതിന് ഏറ്റവും ലാസ്റ്റ് ലെയറാണ് നമ്മളിങ്ങനെ എടുക്കുക. ഉണ്ടോ, ഇപ്പം ഈ പിക്ചറിന് അത്ര തെളിച്ചം തോന്നില്ല. ഉണ്ടോ, ഈ ഇതിൻ്റെ ബാക്കിലുള്ള ലെയേഴ്സൊക്കെ പോയപ്പോൾ. അപ്പം നമ്മളിത് ഏതെങ്കിലും ഒരു ബോട്ടിൽ സ്റ്റിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ ഭംഗി കിട്ടില്ല. കണ്ടോ, അങ്ങനെ കാരണം ഇത് വേറൊരു കളറാണ്. അപ്പോൾ നമുക്കങ്ങനെ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ബോട്ടിലായാലും വൈറ്റ് പെയിൻ്റ് അടിക്കണം ആദ്യം. കണ്ടോ, ഇത് വൈറ്റ് ആണ്. പിന്നെ ഞാൻ ഈ കളറിനനുസരിച്ച് കുറച്ച് ഗ്രീനൊക്കെ ഇതിൽ ആഡ് ചെയ്തതാണ്. ഇതുപോലെ വൈറ്റ് ബേസ് അടിച്ചിട്ട് ഇതിലൊക്കെ വൈറ്റാണ് വരുന്നത്. ഈ വൈറ്റ് ബേസ് അടിച്ചതിന് ശേഷം നമ്മൾ ഈ അതിൽ സ്റ്റിക്ക് ചെയ്യുക ചെയ്യണം. ഇപ്പോൾ ഈ ടിഷ്യൂ പേപ്പറിനെ നമുക്ക് നമ്മൾ ഈ പേപ്പർ ഒരു വൈറ്റ് ബേസിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ട്രേ വൈറ്റാണ്. അതിലിരിക്കുമ്പോൾ കണ്ടില്ലേ പിക്ചേഴ്സ് അത്രയും നല്ല നീറ്റായി വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാണുന്നുണ്ടോ. ഇതുപോലെ ഇരിക്കും നമ്മൾ വൈറ്റ് ബേസ് കോട്ട് അടിച്ചിട്ടുള്ള ബോട്ടിലിൽ ഈ ഫ്ലവർ സ്റ്റിക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ ചെയ്യുക ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഷീറ്റ് മൊത്തം ആയിട്ടും സ്റ്റിക്ക് ചെയ്യാം. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഏതൊരു ബോട്ടിലോ എങ്ങനെയും സ്റ്റിക്ക് ചെയ്തെടുക്കാറുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ എന്താണ് ഈ ഡെക്കോറേഷൻ എന്ന് പറഞ്ഞാൽ. ഡെക്കോറേഷൻ ടിഷ്യൂസ് എന്താണ്, എങ്ങനെയാണ് അത് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി ഞാൻ ഇനിയുള്ള വീഡിയോസിലൊക്കെ അത് പിന്നീട് വരും. ഞാൻ ബോട്ടിൽ ഡെക്കോറേഷൻ ചെയ്യുന്നതും മറ്റു വർക്കുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ഞാൻ എൻ്റെ
എക്കോബാറ്റ് ടിഷ്യൂസിൻ്റെ കളക്ഷൻസൊക്കെ കാണിക്കാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കളക്ഷൻസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ. ഈ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ടിഷ്യൂസൊക്കെ ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ട് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.